ഹലോ ഗൈസ്, പത്തനംതിട്ട പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജലജ നവിക്ക് ഫുഡ് ഉണ്ടാക്കുവാണ് കേട്ടോ. എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, എത്ര കാലം ഇവയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ പ്രാഗി പിച്ചും പേയൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതേ സമയത്ത് നവ്യ ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ മുടിയൊക്കെ ചെയ്യുമായിരുന്നു. അത് കണ്ടുകൊണ്ട് അനാമിക വന്നിട്ട് ചോദിക്കും, ഇതിനിപ്പോൾ ആരെ കാണിക്കാനാണോ ഇവിടെ വന്നിരുന്ന് മുടി ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നവ്യ ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ. നവ്യ പറയാം, 4-5 കാമുകന്മാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ അനാമിയെ കടി കിട്ടുന്ന പോലെ ആവുകയാണ്. അത് കഴിയുമ്പോൾ നവ്യ പറയണേ, നീ കയറി വന്ന പോലെ ഞാൻ അനിയെ അല്ലെങ്കിൽ കുടുംബത്തുള്ളവരെ വളച്ച് കയറി വന്നതല്ല. ഞാൻ കയറി വന്ന ഒരു വലിയ ചരിത്രം തന്നെയാണ്. എന്നെ ഇങ്ങോട്ട് കണ്ട് ആഗ്രഹിച്ചാണ് അനന്തപുരിയിലെ 2 ആൺമക്കളും വന്നത്. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയതെന്ന് പറഞ്ഞാൽ ഞാൻ ആദർശേട്ടനെ മനസ്സിലാക്കിയില്ല എന്ന് മാത്രം. അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും ഈ വീട്ടിൽ കിട്ടേണ്ട ബഹുമാനവും സ്ഥാനവും ഇതൊന്നും അല്ലായിരുന്നു. അത്രയും നീ ഓർത്തോ എന്ന് പറയോട്ടോ അനാമികയോട്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, എന്താണേലും എന്താ നീ ആദർശേട്ടനെ തേച്ചില്ലേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പം നവ്യ പറയുന്നുണ്ട്, അത് തന്നെ ഞാൻ പറഞ്ഞത്, എനിക്ക് ആകെ പറ്റിയൊരു അബദ്ധം അതാണ്. അബിയുടെ വാക്കുകൾ കേട്ട് ഞാനപ്പോൾ വിശ്വസിച്ചു പോയി. പിന്നെ നീ എപ്പോഴും ഒരുപാട് പറയുന്നുണ്ടല്ലോ, നീ ഇങ്ങോട്ട് അർഹതപ്പെട്ട് കയറി വന്ന മരുമോളാന്ന്. അങ്ങനെ നിനക്ക് അങ്ങനെ അർഹത കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ നന്ദു ദാനമായിട്ട് തന്നാന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും അനാമികയ്ക്ക് നല്ല ദേഷ്യം വരുവാണ്. എന്നിട്ട് നവ്യ പറയുകയാണ്, നീ ഒരുപാട് ചാടുവൊന്നും വേണ്ട, ഞാനുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. അല്ലാന്നത് നീ അനിയോട് പോയി ചോദിക്കുക, അവൻ പറയട്ടെ എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും അനാമികയ്ക്ക് നല്ല ദേഷ്യം വരുവാണ്. അത് കഴിയുമ്പോഴേക്കും ഒട്ടും മൈൻഡ് ചെയ്യാതെ നവ്യ കയറി പോവാം കേട്ടോ. അകത്തോട്ട് കയറിപ്പോയിട്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ അനാമിക ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹാളിലിരിക്കുവാണ്. അപ്പോൾ അവിടെ വെച്ചേക്കുന്ന കാസറോളൊക്കെ തുറന്ന് എന്താ എല്ലാത്തിലും നോക്കുമ്പം ജലജ ഉണ്ടാക്കിയ ഫുഡും കാണുവാണ്. അപ്പോഴേക്കും പെട്ടെന്ന് നവ്യ വന്നിട്ട് പറയാണ്, ഇതെൻ്റെ അമ്മായിയമ്മ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയത്, അത് നിൻ്റെ അമ്മായിയമ്മ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയത്, നീ അത് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ആ പാത്രം അങ്ങ് മാറ്റുക കേട്ടോ. അപ്പോഴേക്കും ഇത് കണ്ടുകൊണ്ട് ജലജയും ജാനകിയും അങ്ങ് വരുവാണ്. എന്നിട്ട് ജാനകി ഇങ്ങനെ ഇവളെന്താ ഈ കാണിക്കുന്നതെന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുമ്പോഴത്തേക്കും നവ്യ ജലജയോട് ചോദിക്കുക, അമ്മേ ഇതല്ലേ അമ്മ എനിക്കുണ്ടാക്കിയ ഫുഡ് എന്ന് ചോദിക്കുക. അപ്പോഴേക്കും ജലജ അതേന്ന് പറയുക കേട്ടോ. അപ്പോഴത്തേക്കും അനാമികയോട് നവ്യ പറയുക, ഇത് കണ്ടില്ലേ, ഇതാണ് എൻ്റെ അമ്മായിയമ്മ എനിക്കുണ്ടാക്കിയത്, അത് നിൻ്റെ അമ്മായിയമ്മ നിനക്കുണ്ടാക്കിയത്, നീ അത് കഴിച്ചാൽ മതി എന്ന് പറയുക. അത് കേൾക്കുന്ന ജലജ ചോദിക്കുന്നുണ്ട്, അതിൽ നിന്ന് അനാമിക മോൾ ഇച്ചിരി എടുത്തെന്നോർത്ത് എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നവ്യ ജാനകിയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, അതെ ഞാൻ കുറച്ച് മുമ്പ് അപ്പച്ചിയുടെ അടുത്ത് ചെന്ന് എനിക്കിഷ്ടപ്പെട്ട ഫുഡ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് അവരുടെ മരുമകൾക്ക് മാത്രമേ ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞേ, പിന്നെ എൻ്റെ അമ്മായിയമ്മ എന്തിനാ അവൾക്കുണ്ടാക്കി കൊടുക്കുന്നേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും അനാമിക്ക് നല്ല ദേഷ്യം വരുവാണ്. അനാമി പറയും, എനിക്ക് നിൻ്റെ ഫുഡും വേണ്ട, നിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാനും എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോവാം കേട്ടോ. ഈ ഒച്ചയും ബഹളമൊക്കെ കേട്ട് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങ് വരുവാണ്. മുത്തശ്ശനപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ ഇതിന് മാത്രം ഒച്ചയും ബഹളവും, എന്നും പ്രശ്നങ്ങളാണോ ഈ വീട്ടിലെന്ന് ചോദിക്കുക. അപ്പോഴേക്കും നടന്ന കാര്യം നവ്യ പറയുക കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, മോളും തീരെ മോശമല്ല വഴക്കിൻ്റെ കാര്യത്തിൽ, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് ഒച്ചയും ബഹളവും വഴക്കൊന്നും ഉണ്ടാക്കരുതെന്ന് മുത്തശ്ശനും നവ്യനും ഉപദേശിക്കുക കേട്ടോ. അതേപോലെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഈ വീട്ടിലെ ചിട്ടവും പഴക്കമൊന്നും ഇങ്ങനെ അല്ലായിരുന്നു, എല്ലാവരും ഒരുമിച്ചിരുന്നേ ഭക്ഷണം കഴിക്കുള്ളായിരുന്നു. കാലം മാറി, ആൾക്കാർ മാറി, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് വെച്ച് ഇവിടെയുള്ള മരുമക്കൾക്ക് കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല എന്നുള്ള രീതിയിൽ ആരും നടക്കാൻ ഉദ്ദേശിക്കേണ്ട എന്ന് പറയും കേട്ടോ. ഇതെല്ലാം കേട്ടിട്ടും നവ്യ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുവാണ്. ജലജയ്ക്കും ജാനകിക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ ജലജ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. അത് കഴിയുമ്പോഴേക്കും അനാമിക രേവതീനെ വിളിച്ചിട്ട് പറയുകയാണ്, നവ്യ എന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും രേവതി ആദ്യം ഫോൺ എടുക്കുമ്പോഴേ പറയുന്നുണ്ട്, ഇനി ഈ പെണ്ണ് എന്തൊപ്പിച്ചോണ്ടാണോ വിളിക്കുന്നത് എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. കഴിഞ്ഞ് ഫോൺ എടുത്ത കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എൻ്റെ മോക്ക് ആ വീട്ടിൽ ഇച്ചിരി കഞ്ഞി പോലും കിട്ടുന്നില്ലേ, എന്തായാലും ഒരു ചീപ്പ് ഐഡിയ അമ്മ പറഞ്ഞു തരാം, അത് പണ്ടത്തെ പരിപാടിയാണ്, എന്നാലും മോളിപ്പോൾ തൽക്കാലം അത് ചെയ്യുക, അവൾ വരുന്ന വഴി കുറച്ച് എണ്ണ ഒഴിച്ചിടുക, അങ്ങനെ അവളും അവളുടെ കുഞ്ഞും എല്ലാം പോട്ടെ എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേട്ട് കഴിയുമ്പോൾ അനാമി പറയും, അങ്ങനെ ചെയ്യാം, എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനവും കിട്ടുകയില്ല എന്ന് പറഞ്ഞ് പോവാം കേട്ടോ. അത് കഴിഞ്ഞ് രേവതി വേണുവിനെ കാണുമ്പോഴേക്കും ഈ കാര്യങ്ങളൊക്കെ പറയുവാണ്. അപ്പോഴേക്കും വേണു പറയുന്നുണ്ട്, നീ ഇനി വേണ്ടാത്ത ഐഡിയ ഒന്നും അവൾക്ക് പറഞ്ഞു കൊടുക്കണ്ട, അല്ലേ തന്നെ ഇപ്പോൾ ഓരോന്ന് കാണിച്ച് വീടിന് പുറത്താവുന്ന അവസ്ഥയായിട്ടുണ്ട് നമ്മൾ. അതുമാത്രമല്ല അവൾക്ക് വല്ല നല്ല ബുദ്ധിയും പറഞ്ഞു കൊടുക്കുക, അനി അവളെ സ്നേഹിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു ചില്ലി പൈസ നമുക്ക് കിട്ടുമെന്ന് ഓർക്കണ്ട. അതിനിടയ്ക്ക് ഇതുപോലെ ഓരോ പൊപ്പിച്ച് വെച്ച് ആ വീട്ടിൽ നിന്ന് പുറത്തും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് ഒരു അടി കിട്ടുന്ന പോലെയുണ്ട്, എന്നാലും ഒന്നും മിണ്ടുകയല്ലോ കേട്ടോ വേണുവിനോട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അനാമികേനെയാണ്. അനാമിക രേവതി പറഞ്ഞതനുസരിച്ച് എണ്ണയുടെ കുപ്പിയൊക്കെ എടുത്തുകൊണ്ട് വരും കേട്ടോ. എന്നിട്ട് നവ്യയുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ അത് ഒഴിക്കുവാണ്. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുവാണ്, ഇന്നത്തെ അവിടെ പരിപാടി കഴിയും, അവളുടെ അഹങ്കാരവും തീരും എന്ന് പറഞ്ഞ് പയ്യെ താഴോട്ട് ചെന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കും കേട്ടോ. അപ്പോഴേക്കും നവ്യ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോവും. നവ്യ എന്നിട്ട് പറയും, എൻ്റെ അമ്മായിയമ്മ ഉണ്ടാക്കിയ ഫുഡിൻ്റെ ബാക്കി അവിടെ ഇരിപ്പുണ്ട്, നിനക്ക് വേണമെങ്കിൽ നീ എടുത്തോ എന്നിങ്ങനെ പറയും കേട്ടോ.
അപ്പോഴേക്കും അനാമി പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ എച്ചിൽ തിന്നാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ഇരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും നവ്യ പറയുന്നുണ്ട്, ഞാനങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞേ, നിനക്ക് എൻ്റെ ഫുഡ് കണ്ട് ഭയങ്കര കൊതി വിട്ടല്ലേ പോയത്, അതുകൊണ്ട് നിനക്ക് വേണേ നീ കഴിച്ചോ എന്നുള്ള രീതിയിലാണ് പറഞ്ഞതെന്ന് പറയാം കേട്ടോ. ഇതൊക്കെ കേട്ട് ദേഷ്യം വന്ന് ജാനകി പറയാം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, മോക്ക് വേണ്ടതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്ന് പറയുവാണ്. അപ്പം നവ്യ പറയുന്നുണ്ട്, ആഹാ അതിനിപ്പോൾ മോള് തന്നെയല്ലേ കുറച്ചും ഫുഡ് വേണമെന്നും പറഞ്ഞ് നോക്കിക്കൊണ്ടിരുന്നത്, അല്ലാതെ ഞാനാണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും ജാനകിക്കും അനാമിക്കും അടി കിട്ടിയ പോലെ ആവുകയാണ്. ദേഷ്യം വന്നിട്ട് ജാനകി ജലജയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ജലജ ഇവക്ക് ഇതെല്ലാം വെച്ച് വിളമ്പി കൊടുക്കുന്നത്, അതിൻ്റെ കാര്യം എന്താ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും ആകെ നിന്ന് പരുങ്ങുക കേട്ടോ ജലജ. അപ്പോഴത്തേക്കും നവ്യ പറയുന്നുണ്ട്, അതിന് കാരണം എന്താണെന്ന് വേണമെങ്കിൽ ഞാൻ പറയട്ടെ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ ജലജയെ നോക്കിയിട്ട്. അപ്പോഴേക്കും ജലജ ആകെ വെപ്രാളം പിടിക്കുവാണ്. ജലജ പറയുന്നുണ്ട്, കാരണം എന്താ, അച്ഛനും അമ്മ എന്നെ വഴക്ക് പറയും, അല്ലാതെ എന്താ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അതൊന്നുമല്ല, ഞാനിപ്പോൾ ഒന്നും കൂടുതൽ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടങ്ങ് പോവാം കേട്ടോ. അപ്പം അനാമികയും ജാനകിയും ചെറിയ സംശയത്തോടെ ജലജ നോക്കുന്നുണ്ട്, എന്നാലും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. പിന്നെ കാണിക്കുന്ന അബീനെയാണ്. അബി പുറത്തു പോകാൻ വേണ്ടി മുറിയിൽ നിന്ന് നേരെ ഇറങ്ങുമ്പോഴേക്കും ഈ എണ്ണയെ വന്ന് തെന്നി അടിച്ച് വീഴുക കേട്ടോ. എന്നിട്ട് അമ്മയെ എന്ന് വിളിച്ച് കാറിക്കൊണ്ടാണ് വീഴുന്നത്. അത് കേട്ടുകൊണ്ട് ജലജയും താഴെ നിന്ന് ഓടി വരിക കേട്ടോ. ജലജയും ചെന്ന് ഈ എണ്ണയിലോട്ട് തെന്നി അടിച്ച് വീഴുവാണ്. അപ്പോഴേക്കും നവ്യ അവിടെ വന്നിട്ട് അബീനെ പയ്യെ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ രണ്ടിനും ഒച്ചയായിട്ട് ജാനകി ഓടി വരുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, ഇനി അമ്മായിയും കൂടെ വന്ന് ഇതിൻ്റെ അകത്തോട്ട് വീഴണ്ട, അവിടെ നിൽക്കും, ഇവിടെ ഫുൾ ആരോ എണ്ണ ഒഴിച്ചിട്ടേക്കുവാന്ന് പറയാം കേട്ടോ. അങ്ങനെ ഒരു കണക്കിന് നവ്യയെ പിടിച്ച് അബീനെ പൊക്കി എഴുന്നേൽപ്പിക്കുവാണ്. ജാനകി ജലജേനെ എഴുന്നേൽപ്പിക്കുക കേട്ടോ. ഇതെല്ലാം കേട്ട് ഒന്നും അറിയാത്ത പോലെ അനാബി അങ്ങ് വരുന്നുണ്ട്. എന്നിട്ട് എന്താ ഇവിടെ പറ്റിയേ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോഴേക്കും ജലജയ്ക്ക് ദേഷ്യം വന്നിട്ട് ഇരിക്കുക, നീ എൻ്റെ മോൻ വീഴാൻ വേണ്ടി ഇവിടെയെല്ലാം എണ്ണ ഒഴിച്ചു വെച്ചല്ലേടി, എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു പോരാഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിനെ കൊല്ലാനുമാണോ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ്. അതേ സമയത്ത് നവ്യ അനാമികനെ ഇങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട്. നവ്യയ്ക്ക് എല്ലാ കാര്യവും മനസ്സിലാവുകയാണ് കേട്ടോ. നവ്യ എന്നിട്ട് പറയുന്നുണ്ട്, അറിയാൻ പാടില്ലാത്ത കാര്യം എന്നെപ്പറ്റി പറയരുത്, എന്നെ എൻ്റെ കുഞ്ഞിനെയും കൊല്ലാൻ പല രീതിയിലും ആൾക്കാർ ഇവിടെ പദ്ധതി ഇടുന്നുണ്ട്, ഒളിഞ്ഞും തെളിഞ്ഞും. ഇപ്പം ഞാൻ ഇങ്ങോട്ട് കയറി വരേണ്ടിയിരുന്ന ആൾ അബി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ എണ്ണയിൽ തെറ്റി വീഴേണ്ടത് ഞാനാണ്. പക്ഷേ ആൾക്കാർ ഓരോന്ന് എനിക്കിട്ട് പണി തന്നെങ്കിലും വീഴുന്നത് ഞാനല്ലാന്ന് മാത്രം എന്നിങ്ങനെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും അനാമികയ്ക്കാകെ അടി കിട്ടിയ പോലെ നിൽക്കുവാണ്. അത് കഴിയുമ്പോഴേക്കും ജാനകി പറയുക, ഇനി നിന്ന് പ്രസംഗിക്കാതെ അങ്ങ് തൂത്ത് കളയടി എന്ന് പറയുക. അപ്പോഴേക്കും നവ്യ ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ. നവ്യ പറയുന്നുണ്ട്, ഞാൻ എന്തിനാ തൂക്കുന്നത്, ആരാണ് ഒഴിച്ചത്, അവൾ തന്നെ തൂത്താണെന്ന് പറഞ്ഞ് നേരെ ദേഷ്യപ്പെട്ട് കയറി പോവാം കേട്ടോ മുറിയിലോട്ട്. പിന്നെ കാണിക്കുന്ന ആദർശിനെയാണ്. ആദർശിനോട് മുത്തശ്ശൻ പറയുക, മോനെ എത്രയും പെട്ടെന്ന് നയനമോളെ തിരിച്ച് കൂട്ടിക്കൊണ്ടു പോവാ, കാണാഞ്ഞിട്ട് മുത്തശ്ശിക്കും എനിക്കൊക്കെ ഒരുപാട് വിഷമമുണ്ട്, എന്തിനാ അവിടെ നിർത്തിയേക്കുന്നത് എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ആ സമയത്ത് ആദർശ് കള്ളം പറയുവാണ്. ആദർശ് പറയുകയാണ്, അമ്മയ്ക്ക് അവൾ മലയ്ക്ക് പോകുന്നോടും വരെ ഇവിടെ വരാൻ താല്പര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വിളിച്ചാലും വരില്ല അച്ഛാ മുത്തശ്ശ എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളിവിടെ ഇല്ലാത്തതുകൊണ്ട് ആകെ ഒരു ശൂന്യതയാണ്, പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞിങ്ങനെ ആകെ വിഷമിച്ചിരിക്കും കേട്ടോ. ഇപ്പോൾ ഈ സംസാരമെല്ലാം അനാമിക പുറകിൽ നിന്ന് മാറി എന്ന് കേൾക്കുന്നുണ്ട്. അത് ഞാൻ അനാമിക അങ്ങ് മാറിപ്പോയിട്ട് ചിന്തിക്കുന്നുണ്ട്, അവൾ ഇന്നെന്നല്ല ഒരു കാലത്തും ഇനി ഈ വീട്ടിൽ വരരുത്, അങ്ങനെ ആക്കണം, അവളെ അവളുടെ ചേച്ചീനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടുകയില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതേ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, മോള് പോയി കഴിഞ്ഞപ്പോഴാണ് മോളുടെ വില പലർക്കും മനസ്സിലായത്, പറഞ്ഞിട്ടെന്താ കാര്യം എന്നിങ്ങനെ ചിന്തിക്കുവാണ്. അപ്പോഴത്തേക്കും ആദർശ് മുത്തശ്ശനോട് പറയുന്നുണ്ട്, അങ്ങനെ മനസ്സിലായത് എൻ്റെ അമ്മയ്ക്കും കൂടെ മനസ്സിലായിരുന്നെങ്കിൽ ഈ വീട്ടിൽ എത്രത്തോളം സന്തോഷവും സമാധാനവും ഉണ്ടാവുമായിരുന്നു എന്ന് സങ്കടപ്പെട്ട് പറഞ്ഞിട്ട് ആദർശ് അവിടെ മുറിയിൽ നിന്ന് പോകുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്